ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് ആടുജീവിതത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ സിനിമ കണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പം സിനിമ കണ്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ തിരിച്ച് അരൂരോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ആടുജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കഥ അറിയാം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ തന്നെയാണ് സിനിമയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ സസ്പെൻസ് ഒന്നും പറയാനൊന്നുമില്ല, കാരണം കഥ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരം എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു ഈ മാർച്ച് 28. ആ ഒരു പ്രതീക്ഷ എത്രമാത്രം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാനായിരിക്കും എല്ലാവർക്കും ആകാംക്ഷ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാം. അല്ലെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനോട് 100% ബ്ലെസ്സി നീതി പുലർത്തി എന്ന് പറയാം. കാരണം ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആടുജീവിതം ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. അത് മലയാള സിനിമയിൽ മാത്രമല്ല, ലോക ക്ലാസിക്കുകളിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മികച്ച സർവൈവൽ ത്രില്ലറാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അതിൽ ബ്ലെസ്സിയുടെ 16 വർഷത്തെ എഫേർട്ട് എന്ന് പറയുന്നത് അത് വെറുതെ ആവത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫർമേഷൻ, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ എത്രമാത്രം നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് മാറാൻ അധ്വാനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. നേരത്തെയൊക്കെയുള്ള സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ പലയിടത്തും നമുക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ കാണാനേ സാധിക്കാറില്ല. പലപ്പോഴും പൃഥ്വിരാജായിട്ട് തന്നെയായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാനറിസംസും കാര്യങ്ങളും എല്ലാം റെപ്പറ്റീഷനായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 1% പോലും പൃഥ്വിരാജായിട്ട് കാണാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഫുൾ നജീബായിട്ട് തന്നെയാണ് പൃഥ്വിരാജിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ പോലും നജീബുമായിട്ട് അത്രയും താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ, അത് സിനിമയിൽ അതിൻ്റെ ഒരു ഭീകരത കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് കാണുമ്പോൾ നമുക്കറിയാം ആ ആക്ടർ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമയുടെ മേക്കപ്പ്. ഒരു സമയത്ത് പോലും നമുക്കതൊരു മേക്കപ്പ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഈ നഖം വളർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പറ്റിയിരിക്കുന്ന മുറിവ്, അത് കാണിച്ചിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. മുറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുറിവ് ഇങ്ങനെ ഉണങ്ങി പൊറ്റയൊക്കെ പിടിച്ചിട്ട് മാറുന്ന ഇതുണ്ട്. ആ ഒരു ഇതൊക്കെ മേക്കപ്പ് ആണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവിതം എന്ന് പറയുന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു സീനുണ്ട്. ആ ഇടവേളയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു സീനാണത്. നജീബ് ആടുകളെ പോലെ തന്നെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു രംഗം. ആ വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തലയുയർത്തി നോക്കുമ്പോഴത്തേക്കും ശരിക്കും ആടുകളും നജീബിനെയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പോഴാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്നൊരു പേര് ഭയങ്കര എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്നത്. പിന്നെ സിനിമയിലുടനീളം നമ്മൾ ആ നജീബിൻ്റെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നജീബ് ഇങ്ങനെ ഓരോ തുള്ളി കണ്ണുനീര് വരുമ്പോഴും നമ്മുടെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ആ കണ്ണീര് വീഴുന്നതെന്നും ആ കണ്ണീര് കൊണ്ട് നമ്മുടെ ചുട്ടുമുള്ളതെന്ന് പറയത്തില്ല, ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഇതിലുള്ളൂ. ഒരു ഹക്കീം എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ അഭിനയിച്ച പുതുമുഖമുണ്ട് ഗൗതമാണെങ്കിലും പല രംഗങ്ങളും പൃഥ്വിരാജുമായിട്ട് കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. പിന്നെ ഒരു ആഫ്രിക്കൻ ആക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ അദ്ദേഹവും നജീബിൻ്റെ ക്യാരക്ടറുമായിട്ടുള്ള ഒരു ബോണ്ടിങ് പലപ്പോഴും, അത് ഡയലോഗുകളൊന്നുമില്ല, പക്ഷേ എന്നിട്ടും അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അമലാപോളും അവരുടെ സൈനു എന്ന് പറയുന്ന ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തു. പിന്നെ സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റഹ്മാൻ്റെ സംഗീതം സിനിമയുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ റഹ്മാൻ വേണോ വേണ്ട എന്നൊക്കെ ഉള്ളത് നമുക്ക് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ഇപ്പം ജയചന്ദ്രൻ മതിയായിരുന്നു, റഹ്മാൻ വേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. എന്തായാലും അദ്ദേഹത്തിനെ ഏൽപ്പിച്ച വർക്ക് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റസൂൽ പൂക്കുറ്റി, അദ്ദേഹത്തിൻ്റെ സൗണ്ട് മിക്സിങ്ങിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അതിൽ ആ മരുഭൂമിയുടെ ചുഴലിക്കാറ്റ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഒരു കുപ്പിക്കകത്ത് മണൽ കയറുന്നൊരു ശബ്ദം, അതുപോലും അദ്ദേഹം വളരെ പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുപ്പി ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ഉരുണ്ടു പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ വളരെ മൈന്യൂട്ട് സൗണ്ട് പോലും വളരെ പെർഫെക്റ്റായിട്ടാണ് റസൂൽ പൂക്കുറ്റി ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമ നോവലിനോട് എന്തുമാത്രം
നീതി പുലർത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തിരിക്കും. ഒരു ചലച്ചിത്രാവിഷ്കാരം എന്നുള്ള രീതിയിൽ അത് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോവലാണ് കുറച്ചും കൂടെ ഇമോഷണലി കണക്റ്റ് ആയിരിക്കുന്നത്. അത് സിനിമ കണക്റ്റായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നോവൽ എനിക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട്. കാരണം കഥയാകുമ്പോൾ അത് ഓരോരുത്തരുടെയും ഭാവനയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും കാണുന്ന ലോകമൊക്കെ എന്തുമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഓരോരുത്തരുടെ വായനാശീലം പോലെ ഇരിക്കും. എനിക്കതിൽ നോവലിൽ പല രംഗങ്ങളും വളരെ ഇമോഷണലായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഒരെണ്ണം നജീബ് നോക്കുന്ന ഒരു ആട്, അത് ഗർഭിണി ആടാണ്. അപ്പം അതിനെ കാണുമ്പോഴൊക്കെ നജീബിൻ്റെ ഭാര്യയാണ് ഓർമ്മ വരുന്നത്. അതായത് അദ്ദേഹം ഗൾഫിലോട്ട് വരുന്ന സമയത്ത് ഭാര്യ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അവരെ വിട്ടിട്ട് വരും. ആ ആടിനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം പലപ്പോഴും സൈനുവിൻ്റെ ഓർമ്മകളിലേക്ക് പോകാറുണ്ട്. അപ്പം പലപ്പോഴും ഈ ആടിൻ്റെ വയറ്റത്ത് അദ്ദേഹം കാതോർത്ത് കിടക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ഒരു വൈകാരിക ബന്ധം നജീബിന് ആടുകളുമായിട്ട് പോലും പതുക്കെ വരാൻ തുടങ്ങി. അത് കണക്ട് ചെയ്യാൻ സിനിമയ്ക്ക് അത്ര കണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൽ നോവലിലെ വളരെ പ്രസക്തമായൊരു ഭാഗമാണ് നജീബ് ആ ഒരു ആടിനെ ഭോഗിക്കുന്ന അത്രയും ഏകാന്തതയുടെ ഒരു മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നജീബിൻ്റെ ഒരു ഈ ഓട്ടപ്പാച്ചിലുണ്ട്, മരുഭൂമിയിൽ കൂടെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവൈവൽ അറ്റംപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചിട്ട് നജീബും ആടുമായിട്ടുള്ളൊരു ആത്മബന്ധം കുറച്ചും കൂടെ കാണിക്കാമായിരുന്നു തോന്നി. അത് മാത്രമേ എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിനിമ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചാണ് സിനിമ. അത് OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം ഉണ്ടാകും. കാരണം അതൊരു മികച്ച തിയേറ്ററിലേക്കുള്ള എക്സ്പീരിയൻസ് ആണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.